ഈ ഇന്നത്തെ ചാൻസലർമാരും ഗവർണർമാരും എത്ര ഇമ്പാർഷ്യലാണ്, എത്ര രാഷ്ട്രീയത്തിൽ അവർ പങ്കുകൊള്ളുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമല്ലേ. ഒരു പാർട്ടിയുടെ രാഷ്ട്രീയം എന്നതിലുപരിയായി ഒരു വിമർശനാത്മക രാഷ്ട്രീയം ഉന്നത വിദ്യാഭ്യാസത്തിൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്താണ് UGCയിൽ നിന്നും യഥാർത്ഥത്തിൽ കിട്ടുന്നത്? UGCയുടെ 80% ഫണ്ടിങ്ങും പോകുന്നത് കേന്ദ്ര സർവകലാശാലകൾക്കാണ്. ഞാനതുകൊണ്ടാണ് പുറത്താക്കൽ എന്ന വാക്കിൽ അഭിമുഖം തുടങ്ങിയത്. ഈ പുറത്താക്കൽ എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ ഒരു കോമൺ മനുഷ്യന്, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ പോലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുമ്പോൾ പുറത്താക്കിയത് എന്തോ കുഴപ്പമാണ് എന്നുള്ളത് തോന്നുന്നുണ്ടാവും. പിന്നെ ഉള്ളൊരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്ത് മനസ്സിലല്ല, UDF സർക്കാരിൻ്റെ കാലത്തുള്ളതാണ്. ആ ഭരണ സംവിധാനത്തിന് താല്പര്യമുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം. ഞാനതിനെ കാണുന്നത് ഭരണ സംവിധാനത്തിന് താല്പര്യമുള്ള ആളുകളെ നിയമിക്കുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അവർക്ക് അതിനുള്ള അക്കാഡമിക് യോഗ്യത ഉണ്ടോ ഇല്ലയോ, അവർ ആ സർവകലാശാലയ്ക്ക് കുറെ കൂടെ ഭാവനാപൂർവ്വമായ നേതൃത്വം നൽകുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ആ രാഷ്ട്രീയമായ അടുപ്പം കൊണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇവർ പുറത്താക്കപ്പെട്ടവരാണ്, ഇവരെ ഈ ഭരണ നേതൃത്വവുമായി അടുപ്പമുള്ളതുകൊണ്ട് നിയമിക്കപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വേറൊരു നിലയ്ക്ക് സ്വതന്ത്രമായ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളുള്ള ഒരു സർവകലാശാലകളെയാണ് എന്നൊരു നറേറ്റീവാണ് വളരെ ഭംഗിയായിട്ട് ട്രാൻസ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളുടെ ഗവർണർ വലിയ പങ്ക് വഹിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് ഗവർണർമാരെ പുറത്താക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്ത് പോലും അദ്ദേഹം ആ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ അപകടം, ഇതിലൊരു വലിയ അപകടമുണ്ട്, ഇതിലൊരു രാഷ്ട്രീയമായ വലിയ അപകടമുണ്ട്. ഇത് നമുക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി തന്നെ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ ഇത് വേണ്ട വിധത്തിൽ ഗൗരവത്തോടെ ജനങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറയുന്നത് സർക്കാരിന് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ, രാഷ്ട്രീയപരമായ ഒപ്പം നിൽക്കുന്ന ആളുകളെയാണ് നിയമിക്കുന്നത് എന്ന് പറയുന്നതിനോട് ഞാൻ ചെറുതായിട്ട് വിയോജിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തുറന്നു പറയാം, ഞാൻ ഈ ഒരു സ്ഥാനം ആഗ്രഹിച്ചിട്ടുള്ളതല്ല. ഞാനിത് അപേക്ഷിക്കാനും വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ കുറേ അധ്യാപകർ, അവിടെയുള്ളവരൊക്കെ നിർബന്ധം പറഞ്ഞതിന് ശേഷം ആണ് അവർ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. എനിക്ക് ഈ സർക്കാരിനോട് പ്രത്യേകിച്ചൊരു, ഞാൻ വിമർശനാത്മകമായൊരു ബന്ധം തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു പൊതു ഇടതുപക്ഷത്താണോ എന്ന് ചോദിച്ചാൽ ആണ് താനും. അത് ഏതെങ്കിലും പാർട്ടി ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ എനിക്ക് അത്തരമൊരു ആരോപണം എനിക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല. കാരണം ഞാൻ അങ്ങനെയല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള സാബു തോമസ് ആണെങ്കിലും ജയരാജൊക്കെ ആണെങ്കിലും അങ്ങനെയല്ല. അവർ ദേ ആർ അക്കാഡമിക്സ്, ദേ ഹാവ് ബീൻ സിലക്റ്റഡ് പ്രൈമറിലി ബിക്കോസ് ദേ ആർ ഗുഡ് അക്കാഡമിക്സ് എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ. എന്നാൽ അതേസമയം ഉന്നത വിദ്യാഭ്യാസത്തിൽ കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും സവിശേഷമായൊരു സംഘടനയുടെ, ഒരു പാർട്ടിയുടെ രാഷ്ട്രീയം എന്നതിലുപരിയായി ഒരു വിമർശനാത്മക രാഷ്ട്രീയം ഉന്നത വിദ്യാഭ്യാസത്തിൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമം സാധ്യമല്ല. അതിൻ്റെ രാഷ്ട്രീയം വേറൊന്നാണ്. ഇപ്പോൾ ഈ ചാൻസലറുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും വൈസ് ചാൻസലർമാരുടെ രാഷ്ട്രീയം പറയുമ്പോൾ ചാൻസലറുടെ രാഷ്ട്രീയം എന്താ ആരും പറയാത്തത്? ചാൻസലർ ഇന്നത്തെ അവസ്ഥയിൽ ഭരണഘടന കാണുന്നത് ഗവർണർമാർ ഇമ്പാർഷ്യൽ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ്റാണ്. ഈ ഇന്നത്തെ ചാൻസലർമാരും ഗവർണർമാരും എത്ര ഇമ്പാർഷ്യലാണ്, എത്ര രാഷ്ട്രീയത്തിൽ അവർ പങ്കുകൊള്ളുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമല്ലേ. പക്ഷേ അത് മാറ്റി നിർത്തപ്പെടും. ഇത് മാത്രം രാഷ്ട്രീയമായി കാണുന്ന ഒരു സംഗതിയുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറയേണ്ട ചുമതല രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട്, അക്കാഡമിക്കുകൾക്കുമുണ്ട്, ഇനി ഒന്നുകൂടി പറയട്ടെ, മാധ്യമങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ ഈ കംപ്ലീറ്റ് കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലേറ്റവും ദുഃഖകരമായൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് വലിയ മീഡിയകളാണ്, പൊതുമാധ്യമങ്ങളാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ ഒരു മേജർ മാധ്യമവും എന്താണ് ഈ സംഗതി, എന്താണ് ഇതിനകത്തുള്ള യഥാർത്ഥ കാര്യങ്ങൾ എന്ന് അന്വേഷിക്കുവാനോ പുറത്തു കൊണ്ടുവരുവാനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. വാസ്തവമല്ലേ? ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഇത് സാങ്കേതികത മാത്രമാണ്. അതേസമയം ചാൻസലറുടെ ഭാഗത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിലധികം വലിയ
പ്രാധാന്യവും പോപ്പുലാരിറ്റിയും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഏത് തരത്തിലാണ് കേരളം പോലെയുള്ള വ്യത്യസ്തമായ ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്നത് എന്നത് ഒരു ഘട്ടത്തിലും ഇവർ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് കേരളം എല്ലാം മോശമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം എപ്പോഴും നിൽക്കുന്നു, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം ഇത്ര മോശമാണെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏറ്റവും നല്ല ഗവേഷണ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ കിട്ടുന്നത്? ഇതിത്ര മോശമാണോ? എനിക്ക് വലിയ വിമർശനങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെയധികം മാറ്റപ്പെടേണ്ടതാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നമ്മളെ സഹായിക്കുകയല്ല ചെയ്യുന്നത്. ഈ വിഷയത്തിൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒരു മാധ്യമവും സത്യസന്ധമായി കണ്ടെത്തി ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഇത്തരം ഒരു ഇൻ്റർവ്യൂ നൽകാം, ഞാൻ സംസാരിക്കാറില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ പിറകിലും ഇത്രയെങ്കിലും പറയേണ്ട ചുമതല എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് അറിയുന്നിടത്തോളം ജനങ്ങൾ അറിയുകയും വേണം എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ടായി. ചിലതൊക്കെ കേസുകളായി, ചില കേസുകൾ കോടതി നിരാകരിച്ചു, ചിലത് ഇപ്പോൾ പരിഗണനയിലിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുള്ള നിയമനങ്ങൾ നടത്തുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില കോടതി ഇടപെടലുകൾ ആ തോന്നലിനെ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. കോടതിയുടെ അന്തിമവിധി വന്നതിന് ശേഷമൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാഡമീഷ്യനെ കുറിച്ച് ഒരു അലിഗേഷൻ വരുന്ന സംസ്ഥാനമാണ് കേരളം. വളരെ ഖേദകരമായൊരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ദീർഘകാലം രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയും കൃത്യമായ രാഷ്ട്രീയത്തോടുകൂടിയും സംസാരിച്ച ഒരു അക്കാഡമീഷ്യനെയാണ് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിയത്. അതവിടെ അതിൻ്റെ താഴേക്കുള്ള ഒരുപാട് നിയമനങ്ങൾ. ഇതൊക്കെ ചാൻസലർ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ഷേപങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു വലിയ വിഷയമായിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും വിഷയമാവുകയും ചെയ്യും. ഈ ഒരു അന്തരീക്ഷം ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ സ്വഭാവത്തെ മാറ്റുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? ചാൻസലറുടെ വാക്കുകൾക്ക് കുറെ കൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടോ? അതിന് കുറെ കൂടെ അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് കുറെ കൂടെ കേൾക്കേണ്ടതാണ് എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗോപിനാഥ് രവീന്ദ്രൻ്റെ കാര്യത്തിൽ വളരെ ലളിതമായൊരു കാര്യം ഞാൻ പറയാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്? അവസാനം പറയുന്നത് ചാൻസലറുടെ പുറത്ത് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നിയമനം ശരിയല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന് തെളിവായിട്ട് ചാൻസലർ പറഞ്ഞത് ചാൻസലർ കത്ത് കൊടുത്തു എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രി കത്ത് കൊടുത്തു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആരാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി? കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വൈസ് ചാൻസലർ തൊട്ട് മുകളിൽ വരുന്ന ആളാണ് ചാൻസലർ, അതിനു മുകളിൽ വരുന്ന ആളാണ് ചാൻസലർ. നടപടിക്രമം പ്രകാരം ഒരാൾക്ക് വീണ്ടും ഒരു ടേം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലിരിക്കുന്ന ആൾക്കാർക്ക് അത്തരം ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റില്ല. സിൻഡിക്കേറ്റിൻ്റെയോ യൂണിവേഴ്സിറ്റിക്കോ ഇദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കൂടി അപ്പോയിൻമെൻറ്റ് കൊടുക്കാമെന്ന് പറയാനുള്ള അധികാരമില്ല. അത് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആൾ, അതിന് മുകളിലുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ചാൻസലർ ചെയ്തത് കൃത്യമായിട്ട് നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എക്സംപ്ലറി ആയിരുന്നു, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുക എന്ന് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായി കത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയ സമ്മർദ്ദം ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചാൻസലർ അല്ലാതെ ആർക്കാണ് അവിടെ ഒരു കത്ത് കൊടുക്കാൻ പറ്റുക? രണ്ടാമത്തൊരു ടേം അവിടുത്തെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റെക്കമെൻഡേഷൻ നടക്കുക? ചാൻസലർ മുഖാന്തരം നടക്കാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ ഒരിക്കലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതിയിലും അതവർ പരിഗണിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പുറത്ത് സമ്മർദ്ദം ഉണ്ടായെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഏർപ്പാട് തന്നെയല്ലേ? ഇതിലിപ്പോൾ എന്താ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വളരെ സിലക്റ്റീവായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ സിലക്റ്റീവായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. ഒരു ഭാഗത്തുള്ളത് മുഴുവനും രാഷ്ട്രീയപരവും മറ്റു ഭാഗത്തുള്ളതൊന്നും രാഷ്ട്രീയപരമല്ല
എന്ന രീതിയിൽ വളരെ സിലക്റ്റീവായിട്ടാണ്. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അതിൻ്റെ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ രാഷ്ട്രീയത്തിൻ്റെ ഫലം എന്നത് കേരളം ഒരു മോശ സ്ഥലമാണെന്ന് മലയാളികൾ തന്നെ വീണ്ടും 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 ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഗൗരവമായ ഒരു ഇൻഡെക്സിലും അതല്ല കാണുന്നത്. ഇന്നും ഉന്നത വിദ്യാഭ്യാസത്തിലും ഇന്നും ഹെൽത്തിലും ഇന്നും പോപ്പുലേഷൻ്റെ ഡെമോഗ്രാഫിക്സിലും ഒക്കെ കേരളം ഉയർന്നു നിൽക്കുകയാണ്. കേരളത്തിൻ്റെ പല പരാധീനതകളും ഉണ്ട്, സംശയമില്ല. പക്ഷേ ഏതോ നിലയ്ക്ക് ഇത് പറയുന്നത് ശരിയല്ല, പക്ഷെ കേരളത്തിന് വിരുദ്ധമായി അത് ഏതോ നിലയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവെന്നോ സെക്യുലറിസത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നുവെന്നോ ഉള്ള കാരണം കൊണ്ട് അത്തരത്തിൽ ചിത്രീകരിക്കാനുള്ള വലിയൊരു അത്യാഗ്രഹമെന്ന് പറയട്ടെ മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ട്. ദാറ്റ് ഈസ് എ വെരി സാഡ് തിങ്. ഒരു ദിക്കിലും കാണാത്തൊരു ഏർപ്പാടാണത്. ഇവിടെ കുറവ് മാത്രമേ ഉള്ളൂ, ഇവിടെ കുറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ. അപ്പം അതിന് ഏറ്റവും സൗകര്യമായിട്ട് വരുന്നത് ഇടതുപക്ഷവും അല്ലെങ്കിൽ സെക്യുലറായിട്ടുള്ളതും ഒക്കെ വളരെ സൗകര്യപ്രദമായിട്ട് അതിന് ഉപയോഗിക്കപ്പെടുകയാണ് എന്ന് തോന്നുന്നു. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഞാനിത് പറയാതിരുന്നിട്ടുള്ള കാര്യം. പക്ഷേ ഇതെനിക്ക് കൂടുതൽ കൺവിൻസ്ഡായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അറിയാതെ ഇത് ചെയ്യാം. അതായത് നമ്മളിതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കാതെ നമ്മൾ ആ ഓളത്തിനനുസരിച്ച് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ വലിയ ശബ്ദത്തിനൊപ്പം നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഗവർണർ പോലൊരു പൊസിഷൻ ചാൻസലറായി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നൊരു അറ്റൻഷൻ, അതിന് കിട്ടുന്നൊരു ജനശ്രദ്ധ, ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതോ അതിനപ്പുറത്ത് ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പെരുമാറുന്നു എന്ന് തോന്നുന്നു. വളരെ ബോധപൂർവമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു പേരാണല്ലോ കൊടുത്തത്. മാധ്യമത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പത്രം. ഈ റെക്കമെൻഡേഷനിൽ 2 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ഫസ്റ്റ് പേജിൽ ഈ അപേക്ഷിച്ചിട്ടുള്ള പരിഗണിക്കപ്പെട്ട 7 പേരുടെയും പേരെഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇന്ന കാരണങ്ങൾ കൊണ്ട്, പിന്നെ അടുത്ത പേജിലേക്കെത്തി ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ആളാണ് ഏറ്റവും ഉചിതമായ കാൻഡിഡേറ്റ്, ഹീസ് എൻ എക്സ്ട്രാ ഓർഡിനറി കാൻഡിഡേറ്റ് എന്ന് പറയുകയും വി യുനാനിമസ്ലി അൺഈക്യുവോക്കലി റെക്കമെൻഡ് ഹിസ് നെയിം എന്ന് 2ാമത്തെ പേജിൽ വരുന്നു. ഇതിൽ 2ാമത്തെ പേജ് കാണിച്ചിട്ടില്ല. ആദ്യത്തെ പേജ് മാത്രം കാണിക്കുകയും 6 പേര്, യോഗ്യരായ 6 പേരുടെ പേരുകൾ തഴഞ്ഞുകൊണ്ടാണ് ഒരാളുടെ പേര് കൊടുത്തത്. ഒരു ഉദ്യോഗത്തിന് 100 അപേക്ഷാർത്ഥികളുണ്ടാവും, ഒരു പോസ്റ്റേ ഉണ്ടാവുള്ളൂ. 99 തഴഞ്ഞിട്ടാണ് നിയമനം നടത്താൻ പറ്റുള്ളൂ. 2 പോസ്റ്റ് ഉണ്ടെങ്കിൽ 98 പേരെ തഴയേണ്ടി വരും. ഇത് ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഈ ഒരേ പോസ്റ്റേ അവിടെയുള്ളൂ, 6 പേര് തഴഞ്ഞിട്ട് തന്നെ പറ്റുള്ളൂ. ഇനി 7 പേര് കൊടുത്താലും ചാൻസലർ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോഴും 6 പേരെ തഴയാതെ നിവൃത്തിയില്ല. പക്ഷെ ഇതെന്തോ വലിയ കൊടും പാതകമാണ്, എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം കൊടുക്കുന്നത്. മാധ്യമത്തിൻ്റെ ആ പ്രത്യേക മാധ്യമം. എന്നാൽ ഇപ്പുറത്ത് നോക്കിയാൽ ഇതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പുറത്തുവിടില്ല. ഇത് ബോധപൂർവമല്ല എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പല കാര്യങ്ങളിലും കൃത്യമായ ഊന്നലുകളും കൃത്യമായ സൂചനകളും പലതും ഗോപ്യമാക്കി വയ്ക്കുകയും പുറത്തു വിടാതിരിക്കുകയും വളരെ സിലക്റ്റീവായിട്ട് കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് അബോധപൂർവമാണെന്നോ അറിയാതെയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം ബുദ്ധിയില്ലാത്തവരല്ല ഇന്നത്തെ മാധ്യമപ്രവർത്തകർ. വളരെ കുശാഗ്രബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണ്, വളരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു സംശയവും എനിക്ക് തോന്നിയില്ല. അവസാനത്തിലേക്ക് 2 കാര്യങ്ങൾ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, ഇത് ഒരേ സമയം നിയമപ്രശ്നമാണ്, അതുപോലെ രാഷ്ട്രീയവുമുണ്ട്. ഈ 2 കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാവകാശത്തെയും അതിൻ്റെ സ്വഭാവത്തെയും മാറ്റി തീർക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റവും കൂടി ഇതിലുണ്ട്. അതായത് പല മേഖലകളിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്രത്തിന് അധികാരമില്ലാത്ത മേഖലയിൽ കടന്നുപോലും നിയമനിർമ്മാണം നടത്തുന്നത് നമ്മൾ കാർഷിക ബില്ലുകൾ വന്നപ്പോൾ കണ്ടു, നിയമം വന്നപ്പോൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ
ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറേ കൂടെ വിശാലമായ അർത്ഥത്തിൽ ഇതൊരു വിദ്യാഭ്യാസം എന്ന മേഖലയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം, സർവകലാശാലകളെ പാട്ടിലാക്കാനുള്ള ശ്രമം, അതിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാരത്തിന് താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ പറ്റുന്ന ആളുകളെ നിയമിക്കാനുള്ള ശ്രമം, ഒപ്പം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനുള്ള ശ്രമം, ഈ രൂപത്തിലുള്ളൊരു രാഷ്ട്രീയമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വേണം. ഇത് വിപുലമായ അർത്ഥത്തിൽ ഒരു പൗരജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു വശത്ത് യൂണിഫോം സിവിൽ കോഡ്, വേറെ വശത്ത് CAA, കാർഷിക നിയമങ്ങൾ, മറ്റ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട, പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ബഡ്ജറ്റ് വിഹിതമോ കൊടുക്കേണ്ട GSTയുടെ പങ്കോ കൊടുക്കാതിരിക്കുകയും കൃത്യമായി ഫെഡറൽ സംവിധാനത്തിനെ ഇല്ലാതാക്കുകയും അമിതമായ കേന്ദ്രീകരണം വരുത്തുകയും അവരോട് റാൻ പറഞ്ഞു നിൽക്കുന്നവർക്ക് മാത്രം സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന വളരെ വയലൻ്റായിട്ടുള്ള ഒരു സെൻട്രലൈസേഷൻ പ്രോസസ്സ് തന്നെയാണ് അതിൽ നടക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. മാത്രവുമല്ല, ഇതിപ്പോൾ ഒരു മേഖലയിൽ മാത്രം കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നതല്ല. എല്ലാം നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇവയുടെയൊക്കെ പിറകിലൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് കൃത്യമായി ഒരു അധികാര കേന്ദ്രത്തിലേക്ക് എല്ലാം ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളത്. കൃത്യമായൊരു അതോറിറ്റേറിയൻ സിസ്റ്റത്തിൻ്റെ വിവിധ ആവിഷ്കാരങ്ങളായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. അതിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇത്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ വളരെ പ്ലൂരലായിട്ട് നിൽക്കുന്ന ബഹുത്വമാർന്ന ഒരു സമൂഹത്തെ ഏകശിലാരൂപകമാക്കി മാറ്റുന്ന ഒരേ ഒരു രീതിയിലേക്ക് ചുരുക്കുന്ന ഒരു സംഗതിയായിട്ട് തന്നെ ഇത് കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഒറ്റപ്പെട്ടൊരു സംഗതിയായിട്ട് കാണാതെ സമഗ്രമായ മറ്റ് പലതുമായി ബന്ധപ്പെടുത്തി തന്നെ ഇത് കാണേണ്ടി വരും. സ്റ്റേറ്റിൻ്റെ അധികാരം എന്നതിലുപരിയായി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അധികാരമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിൻ്റെ മാത്രമല്ല, ഈ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധികളായിട്ടിരിക്കുന്ന ഒരു നിയമസഭയുടെ അധികാരമെന്ന് പറയുന്നത് സർക്കാരിലേക്ക് ചുരുക്കാവുന്ന അധികാരമല്ല. സർക്കാർ കൊണ്ടുവരുന്നൊരു ബില്ലിനെ തോൽപ്പിക്കാനും നിയമസഭയ്ക്ക് കഴിയും. അപ്പോൾ ആ നിയമസഭയുടെ അധികാരത്തെയാണ് ഇത് ഇല്ലാതാക്കുന്നത്. അത് അതീവ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഫെഡറലിസത്തെ സംബന്ധിച്ചും അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ്. ഇത് പറയുമ്പോഴേ ഈ സാധാരണ നിലയ്ക്ക് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സർവകലാശാലകളുടെ കാര്യത്തിൽ സവിശേഷമായി പറയുന്നൊരു കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചല്ലോ, ഈ സർവകലാശാലകൾക്ക് ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സാധാരണ ഇതിൽ പ്രചരിക്കുക. UGC ആണ് സകല ഫണ്ടും കൊടുക്കുന്നത്. അതുകൊണ്ട് UGCയുടെ ചട്ടങ്ങൾ പാലിച്ചവിടെ നിയമനം നടത്താൻ പറ്റുള്ളൂ, UGCയുടെ ചട്ടങ്ങൾ പാലിച്ചവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ആർഗ്യുമെൻറ്റ് വരാറ്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നാട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വെറും കണക്ക് പറയാം. ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ആനുവൽ ഗ്രാൻഡ്, നോൺ പ്ലാൻ ഗ്രാൻഡ് എന്ന് പറയും, ശമ്പളം, ദൈനംദിന ചെലവുകൾ, അധ്യാപകരുടെയും അനധ്യാപകരുടെയും മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും കൂടി ഒരു വർഷം 90 കോടി രൂപയാണ് കിട്ടുന്നത് പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൽ നിന്ന്. പ്ലാൻ ഗ്രാൻഡ് എന്ന് പറയുന്നതുണ്ട് വികസന പ്രവർത്തനങ്ങൾക്കായിട്ട്. അത് കെട്ടിടം പണിയിൽ, മറ്റു തരത്തിലുള്ള അക്കാഡമിക് വികസനം മുതലായതിന് ഏതാണ്ട് 20-24 കോടി രൂപ വരുന്നുണ്ട്. അത് പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൽ നിന്ന്. UGCയിൽ നിന്ന് എന്താണ് ഈ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്നത്? JRF കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് UGC JRFൻ്റെ പണം കൊടുക്കുന്നു. എന്തെങ്കിലും റിസർച്ച് ഗ്രാൻഡ് ഏറ്റെടുത്തിട്ടുണ്ട് അധ്യാപകർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്കോളേഴ്സ്, റിസർച്ച് ഗ്രാൻഡ്, റിസർച്ച് പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് അതിന് റിസർച്ച് ഗ്രാൻഡ് UGC കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ചില ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ട് ഫാക്കൽറ്റിക്ക് ചിലപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടാവും. ഇതെല്ലാം കൂടി കൂടിയാൽ ഏറിയാൽ 5-10 ലക്ഷം രൂപ വരും, അല്ലെങ്കിൽ 30 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം എന്ന് കൂട്ടും. എന്താണ് UGCയിൽ നിന്നും യഥാർത്ഥത്തിൽ കിട്ടുന്നത്? UGCയുടെ 80% ഫണ്ടിങ്ങും പോകുന്നത് കേന്ദ്ര സർവകലാശാലകൾക്കാണ്. സംസ്ഥാന സർവകലാശാലകൾക്ക് ഇത്തരത്തിൽ ഗവേഷണത്തിന് സഹായിക്കാനും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു ശമ്പള റിവിഷൻ ഉണ്ടാവുമ്പോൾ
അപ്പോൾ ഇത്രയാണ് സ്കെയിൽ. ഇത്ര സ്കെയിലിലേക്ക് കൂട്ടുമ്പോൾ ആ അധികം വരുന്ന ചെലവിൻ്റെ 60%-മോ 70%-മോ 5 കൊല്ലത്തേക്ക് UGC കൊടുക്കും. ബാക്കിയുള്ളത് സംസ്ഥാനം തന്നെ കൊടുക്കണം. ഈ 5 വർഷം കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും സംസ്ഥാനം തന്നെ കൊടുക്കണം. സംസ്ഥാനം ചെലവഴിക്കുന്ന തുകയുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും തുച്ഛമായ തുക മാത്രമേ UGCയിൽ നിന്നും കിട്ടുന്നുള്ളൂ. ദൈനംദിന ചെലവുകളും ഒരു സർവകലാശാലയെ നടത്തിക്കൊണ്ടുപോകുന്നതും പൂർണ്ണമായും സർക്കാർ തന്നെയാണ്. ആ ചെലവുകൾ ഇന്ന് പോരാതെ, പണം പോരാതെ വരുന്നത് കൊണ്ടാണ് ഇന്ന് സർവകലാശാലകൾ സ്വന്തം വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതുവരെയുള്ള കണക്ക്, ഞാൻ ഈ കണക്ക് ആലോചിച്ചാൽ മതി. 90 ചില്ലാനം കോടി സംസ്ഥാന സർക്കാർ നോൺ പ്ലാനിൽ തരുന്നു, 20 ചില്ലാനം കോടി പ്ലാനിൽ തരുന്നു. UGCയുടെ എല്ലാം കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 40-50 ലക്ഷം മാക്സിമം ഒരു വർഷം കിട്ടുന്നത്. അപ്പോൾ പിന്നെ എന്ത് UGCയുടെ സഹായം ഉള്ളത്? UGCക്ക് വേണമെങ്കിൽ അതിൻ്റെ പൈസ കട്ട് ചെയ്തോട്ടെ. ഇപ്പോൾ കോടതികൾ പലപ്പോഴും പറയുന്നതാണ് UGCയുടെ കാര്യങ്ങളിൽ റെക്കമെൻഡേറ്ററിയാണ്. ആ റെക്കമെൻഡേറ്ററി ആയിട്ട് UGCക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയാം സർവകലാശാലയോട്. ഇത് അതല്ലല്ലോ. ഇത് ദേ ആർ ലേയിങ് ഡൗൺ ദ റൂൾസ്. ആൻഡ് ടു വാട്ട് പർപ്പസ്? അത് യൂണിവേഴ്സിറ്റിയോട് കൺസൾട്ട് ചെയ്യണമെന്നാണ് ആക്ട് പറയുന്നത്. ദർ ഇസ് നോ കൺസൾട്ടേഷൻ ഓഫ് ദാറ്റ് സോർട്ട്. ഇത് യൂണിലാറ്ററലായിട്ട് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവസാനം തൊട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ ഈ നാരായണ മാഷും ജയരാജു സാറും അത് രണ്ടുപേരും കോടതിയിൽ പോയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനം ഉണ്ടാക്കിയത്, അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് കോടതി സ്റ്റേ ചെയ്തു. താങ്കളുടെ കാര്യത്തിൽ അത് ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ലാർജർ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? അതായത് ഈ UGC ആക്ടിന് ഒറിജിനൽ നിയമത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു റെഗുലേഷൻസായി കൊണ്ടുവരികയും അത് നിയമവ്യവസ്ഥയുടെ ഭാഗമാക്കുകയും ചെയ്യുകയും അത് പിന്നീട് നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന നിയന്ത്രണങ്ങൾ സംസ്ഥാന നിയമത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നം, ആ പ്രശ്നം ഗൗരവത്തോടുകൂടി നിയമപരമായി ചോദ്യം ചെയ്യേണ്ടതല്ലേ? അതെ, അത് നമ്മുടെ റിട്ട് പെറ്റീഷനിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, രാജശ്രീ കേസിൽ സുപ്രീം കോടതി UGC റെഗുലേഷൻസ് 7.3 വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ആ റെഗുലേഷൻ അത് പ്രിവെയിൽ ചെയ്യും, അത് നിലനിൽക്കും എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെയുള്ള ഹൈക്കോടതികൾക്ക് അതിനെ മറുത്തൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഈ നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്, അവർക്കത് കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതി അസന്നിഗ്ധമായി 7.3 നിലനിൽക്കുമെന്നും അത് പ്രിവെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് പറയാൻ നിവൃത്തിയില്ലായ്മയുണ്ട്. അത് സുപ്രീം കോടതി തന്നെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അപ്പീലിന് പോകുന്നുണ്ട് സുപ്രീം കോടതിയിൽ. എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടമുണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല. അതുണ്ടാവുന്ന കാര്യവും സംശയമാണ്. ഇനി ഉണ്ടായാൽ തന്നെ അത്തരമൊരു നേട്ടം സ്വീകരിക്കാൻ എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ താല്പര്യവുമില്ല. പക്ഷേ ഇത് നിയമപരമായി തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട് അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്. സർക്കാർ യോജിക്കുന്നുണ്ടാവും എന്നാണ്. കാരണം ലെജിസ്ലേച്ചറിൻ്റെ അതോറിറ്റിയുടെ പുറത്തുള്ള കടന്നുകയറ്റമായതിനാൽ സർക്കാരും അതിനകത്ത് കക്ഷി ചേരുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഞാൻ അത് പിന്തുടരുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരേ സമയം അത് നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുമുള്ള എൻ്റെ ഒരു ചുമതലയാണ്. 10-35 കൊല്ലമായല്ലോ ഇതിനകത്ത് ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന രീതിയിൽ ഇത് പൂർണ്ണമായിട്ട് ഇത്തരത്തിൽ ടേക്ക് ഓവർ ചെയ്യപ്പെടുന്ന സമയത്ത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ട് ഞാനതിനെ ചോദ്യം ചെയ്യും. ജയമോ പരാജയമോ ഒക്കെ തികച്ചും അപ്രസക്തമാണ്. അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. ആ നിലയ്ക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഒരു ലാർജർ ആയിട്ടുള്ള നിലയ്ക്ക് ഇവിടെയുള്ള മനുഷ്യരും ആളുകളും സമൂഹവും മനസ്സിലാക്കാനായിട്ടുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങൾ എല്ലാ ബുദ്ധിയുള്ള ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏത് വിധത്തിലാണ് കൈപ്പിടിയിലൊതുക്കാൻ സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ പിടിമുറുക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നേരത്തെ തന്നെ ഉണ്ട്.
സിലബസിൽ മാറ്റം വരുത്തുന്നത്, പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തുന്നത്, കേന്ദ്ര സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ നിയമനം ഏത് വിധത്തിലാണ് നടക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് സംസ്ഥാന നിയമസഭകൾ നിർമ്മിച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ കാര്യത്തിൽ കൂടി സംഭവിക്കാൻ പോകുന്നു എന്ന ആപൽക്കരമായ ചോദ്യം അവശേഷിക്കുകയാണ്. അതോടെ എൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.